അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സ്പോക്ക് പേഴ്സന്റെ പ്രതികരണവും ഉണ്ടായിരിക്കുന്നത്. അവർ ട്രംപിന് വേണ്ടി സംസാരിക്കുമ്പോഴും അതുതന്നെയാണ് പറയുന്നത്. ഉണ്ടായിരിക്കുന്ന സംഭവം ദൗർഭാഗ്യകരമാണ്. രണ്ടുപേരോടും സമാധാനത്തിന് വേണ്ടി ആവശ്യപ്പെടാൻ രണ്ടുപേരെയും വിളിച്ചു. നെതന്യാഹുവിനെയും ഖത്തർ അമീറിനെയും പ്രസിഡന്റിനെയും വിളിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അമേരിക്കയുടെ നിർദ്ദേശത്തിലായിരുന്നു ഈ ചർച്ചകളെല്ലാം നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനത്തിലേക്ക്, ഇനി എന്ത് നിലപാടിലേക്ക് അമേരിക്ക നീങ്ങും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. MC നാസർ വീണ്ടും ചേരുന്നുണ്ട്. നാസർ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്, അമേരിക്കയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വൈറ്റ് ഹൗസിന്റെ പ്രതിനിധി സംസാരിച്ചിരിക്കുന്നത്. നാസറിലേക്ക് വരാം. BK സുഹൈൽ ചേരുന്നുണ്ട്. സുഹൈൽ, കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവുന്നു അല്ലേ ഇപ്പോൾ സ്പോക്ക് പേഴ്സന്റെ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ? തീർച്ചയായും വലിയൊരു ആക്രമണം ഇസ്രായേലിനോട് കൂടെ ചേർന്നുകൊണ്ട് ഖത്തറിൽ നടത്തി ഇപ്പോൾ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് വൈറ്റ് ഹൗസ്. അതാണ് ഏറ്റവും വിചിത്രമായ കാര്യം ധന്യ. കാരണം കഴിഞ്ഞ കുറേ കാലമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വംശഹത്യകൾക്കും എല്ലാ സഹായവും നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കയാണ്. അമേരിക്ക നെതന്യാഹുവിനെ കൈക്ക് പിടിച്ചാൽ മാത്രമേ ഈ ഒരു വംശഹത്യയും അതേപോലെ തന്നെ പട്ടിണി കൊലയും അവസാനിക്കുകയുള്ളൂ. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഗസയിൽ കൊല്ലപ്പെടുന്ന സന്ദർഭത്തിൽ അതിനും ചില ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക രംഗത്ത് വരാറുള്ളത്. സാധാരണക്കാരെ മാത്രമേ ഗസയിൽ ഇസ്രായേൽ കൊല്ലുന്നുള്ളൂ എന്ന് പറയുന്ന രാഷ്ട്രം അത് അമേരിക്ക മാത്രമാണ്. അതേ ഒരു നയം തന്നെയാണ് ഇപ്പോൾ ഖത്തറിൽ ഒരു പരമാധികാര രാജ്യത്തിന് നേരെ, അതും അമേരിക്കയുടെ സ്വന്തം സഖ്യകക്ഷി പോലെ നിലനിൽക്കുന്ന നാറ്റോ രാജ്യമല്ലെങ്കിലും അതേപോലെ തന്നെ ഒരു എങ്ങനെയാണോ മറ്റു സഖ്യരാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നത് അതിനേക്കാൾ കൂടുതൽ സഹായത്തോടു കൂടി നിലനിൽക്കുന്ന ബില്യൺ കണക്കിന് ഡോളർ സമ്മാനമായി ട്രംപിന് നൽകിയിട്ടുള്ള ഒരു രാജ്യം, ആ രാജ്യത്തിന് നേരെയുള്ള ഒരു ആക്രമണം നടക്കുമ്പോൾ അതിൽ ഒരു ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ന്യായീകരണങ്ങൾ ചമക്കുന്ന തരത്തിലാണ് വൈറ്റ് ഹൗസിൻ്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ നടന്നത്. ഹമാസാണ് ഒക്ടോബർ 7 ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരാക്രമണങ്ങൾക്കെല്ലാം ഉത്തരവാദികൾ അവരാണ്. അതുകൊണ്ട് തന്നെ ഹമാസിനെ ഉന്മൂലനം ചെയ്യണം, അതിനുവേണ്ടിയാണ് ഇസ്രായേൽ ഈ ഒരു ആക്രമണം നടത്തിയത് എന്ന ന്യായീകരണം, ഇസ്രായേലിൻ്റെ ന്യായീകരണം അത് ഏറ്റെടുക്കുകയാണ് വൈറ്റ് ഹൗസ്. അതുകൊണ്ട് തന്നെ അതിനിടയിൽ നിന്നുകൊണ്ട് പിന്നീട് വീണ്ടും സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകരവും വിചിത്രവുമായ കാര്യം. ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ വൈറ്റ് ഹൗസിലെ പ്രസ് സെക്രട്ടറി പറഞ്ഞത്, ഖത്തർ അമീറുമായി ഞങ്ങൾ സംസാരിച്ചു, നെതന്യാഹുവുമായും സംസാരിച്ചു, അതിനിടയിൽ ഒരു സമാധാനമുണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്.